കാപ്പ കേസ് പ്രതിയും ഗുണ്ടാ നേതാവുമായ ഒരു കൗൺസിലറെ രക്ഷിക്കാൻ ബി.ജെ.പി. എന്ന് പറയുന്ന പാർട്ടിയും മേയറും നടത്തുന്ന ശ്രമങ്ങൾ എങ്ങനെയാണ് നഗരസഭാ ഭരണത്തെ അലങ്കോലമാക്കുന്നതെന്ന് ഇന്ന് നമ്മൾ കണ്ടു. സുഗതൻ്റെ രാജി ആവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധത്തിനു നേരെ പാഞ്ഞെടുത്ത മേയറും മറ്റ് കൗൺസിലർമാരും LDF കൗൺസിലർമാരെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു സുഗതൻ വിഷയം. സുഗതനിൽ കുരുങ്ങി നിൽക്കുകയാണ് ബി.ജെ.പി. തലസ്ഥാനത്തെ നഗരസഭ. 4 കൗൺസിലുകളിൽ പങ്കെടുക്കാത്ത സുഗതന് അയോഗ്യത വന്നു ചേരുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ വിവാദത്തെ തുടർന്ന് 19 കൗൺസിലർമാരുടെയും സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയത്. അതിന് പിന്നാലെയാണ് ഇന്നലെ തിടുക്കപ്പെട്ട് 19 ബി.ജെ.പി. കൗൺസിലർമാരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ സുഗതൻ എന്ന് പറയുന്ന വാഴോട്ടുകോണം കൗൺസിലർ, ബി.ജെ.പിയുടെ നേതാവ്, കാപ്പ കേസ് പ്രതി, ഗുണ്ടാ നേതാവ്, സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ബി.ജെ.പിയുടെ ഭരണം, തലസ്ഥാന നഗരസഭയിലെ ഭരണം നഷ്ടമാകും. അത് മറയ്ക്കാനും സുഗതനെ രക്ഷിച്ചെടുക്കാനും നടക്കുന്ന ശ്രമങ്ങൾ എങ്ങനെയാണ് തലസ്ഥാനത്തെ തന്നെ കലാപകലുഷിതമാക്കുന്നതെന്നാണ് ഈവനിംഗ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം വരെയുള്ള ഒരു സാഹചര്യം, സുഗതൻ എന്ന് പറയുന്ന കാപ്പ കേസ് പ്രതി, അയാളെ സംരക്ഷിക്കാൻ ബി.ജെ.പിയും അതോടൊപ്പം തന്നെ മേയറും നഗരസഭയും നടത്തിയ ശ്രമങ്ങൾ, അതിന് പിന്നാലെയാണ് വലിയൊരു ഇടുത്തി കൂടി ഇപ്പോൾ കോർപ്പറേഷന് വന്ന് വീണിരിക്കുന്നത്. ജയിലിലായ കാപ്പ കേസ് പ്രതിയായ സുഗതന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ സുഗതന് പുനഃസത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം നഷ്ടമാവുകയും ചെയ്യും. ഇവിടെ ഉയരുന്ന ചോദ്യം, അങ്ങനെ ഭൂരിപക്ഷം നഷ്ടമാകാതിരിക്കാൻ എന്തൊക്കെ വഴിവിട്ട നീക്കങ്ങളാണ്, കള്ളക്കളികളാണ് ഇപ്പോൾ ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, പ്രധാനമായും തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ഇപ്പോൾ ബി.ജെ.പി. വലിയൊരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അതിൽ ആദ്യം, അതായത് കഴിഞ്ഞ ദിവസം വരെ അവർ നടത്തിയിരുന്ന ഒരു ശ്രമം എന്ന് പറയുന്നത് വാഴോട്ടുകോണം കൗൺസിലറായിരുന്ന സുഗതനെ കാപ്പ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ സുഗതൻ കഴിഞ്ഞ 2 കൗൺസിൽ യോഗത്തിലായി പങ്കെടുത്തിട്ടില്ല. തിങ്കളാഴ്ചയാണ് അടുത്ത കൗൺസിൽ യോഗം ചേരാനിരിക്കുന്നത്. ആ ഒരു കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ അയോഗ്യനാകും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ വരെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ 4-ാം മാസവും 5-ാം മാസവും വിളിച്ച കൗൺസിൽ യോഗത്തിൽ, 4-ാം മാസത്തിൽ വിളിച്ച കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഹാജർ ബുക്കിലടക്കം ക്രമക്കേട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലായിരുന്നു ബി.ജെ.പി. ഉണ്ടായിരുന്നത്. അതിന് മേയർ തന്നെ ചുക്കാൻ പിടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധി, അത് വലിയൊരു തിരിച്ചടിയായി. ആ വിധി എന്ന് പറയുന്നത് ഈ ബി.ജെ.പിയുടെ 19 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അത് അസാധുവാക്കിക്കൊണ്ടുള്ളൊരു വിധിയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. അതിൽ ഒരാൾ സുഗതൻ കൂടിയാണ്. അപ്പോൾ ഈ 19 പേരിൽ 18 പേരും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ കൗൺസിലർമാരായി പുനഃസത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. പക്ഷേ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ജയിലിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ഈ ഒരു ഘട്ടത്തിൽ നടത്തുവാനും സാധിക്കുകയില്ല. അപ്പോൾ ഇനി അടുത്ത ഒരു നീക്കമെന്ന് പറയുന്നത് ഏത് രീതിയിൽ കാപ്പ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത് ജാമ്യം ലഭിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കാപ്പ കേസ് എന്നുള്ളത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള, കാപ്പ നിയമം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ ബി.ജെ.പി. കാരണം 4 ആഴ്ചയാണ് കോടതി സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ സുഗതന്റെ കാര്യത്തിൽ സുഗതൻ അയോഗ്യരാക്കപ്പെടും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബി.ജെ.പിക്ക് തിരുവനന്തപുരം നഗരസഭയുടെ ഭൂരിപക്ഷം പോലും നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ബി.ജെ.പി. വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ സുഗതന് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ മേയറായിട്ടുള്ള വി രാജേഷും കൂട്ടരും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിട്ട നീക്കങ്ങളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാപ്പ നിയമം ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, അതിന് പ്രത്യേക ഒരു സമിതിയുണ്ട്. ആ സമിതിക്ക് മുന്നിൽ പ്രത്യേക അപേക്ഷ നൽകണം, അവർ അത് പരിശോധിക്കണം, കോടതിയെ അറിയിക്കണം. അങ്ങനെ ഒരു നടപടിക്രമം അതിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട നീക്കം ഇതിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ബി.ജെ.പി. പരിശോധിക്കുന്നത്. അതും ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. സർക്കാരുമായി ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിലേക്ക് ബി.ജെ.പി. എത്തി അങ്ങനെ ഒരു നീക്കം അത് ഫലവത്താക്കാൻ സാധിക്കും.
പിക്ക് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും ഏറെ നിർണായകമാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും ഇപ്പോൾ BJP നടത്തുന്നുണ്ട് ഭരണം നിലനിർത്താൻ വേണ്ടി എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ ഉള്ളത്. സിജു, ഷീജ പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായൊരു വസ്തുത എന്ന് പറയുന്നത് ഈ കാപ്പ കേസിൽ നിന്ന് ഈ സുഗതൻ ഒഴിവാക്കണമെങ്കിൽ പ്രത്യേക സമിതി കൂടി തീരുമാനമെടുക്കേണ്ടതുണ്ട്. അങ്ങനെ കാപ്പ കേസ് സമിതി കൂടി തീരുമാനമെടുക്കണമെങ്കിൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ പോലീസിൻ്റെ ഒരു ഇടപെടൽ അതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ പരിശോധിക്കേണ്ട ഒരു വിഷയം, ഈ സുഗതനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് LDF മാത്രമാണ്. ഷീജ ഇപ്പോൾ തുടരുകപ്പോൾ അവിടെ കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയായ പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ SP ദീപക് CPM നേതാവ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്തതിന് ശേഷം ഷീജയിലേക്ക് മടങ്ങി വരാം. ദീപക്, ഇപ്പോൾ നേരത്തെ ഷീജയുമായി സംസാരിച്ചുകൊണ്ടിരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വസ്തുത, കാപ്പ കേസ് ആണ് സുഗതനെ കുരുക്കായിരിക്കുന്നത്. കാപ്പ കേസ് ചുമത്തപ്പെട്ട സുഗതനെ രക്ഷിച്ചെടുക്കാൻ കോൺഗ്രസ് കൂടി ഒരു ശ്രമം നടത്തുന്നുണ്ടോ? ഈ കാപ്പ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഈ വിഷയമുണ്ടായി, സുഗതൻ എന്ന് പറയുന്ന ക്രിമിനൽ കേസ് പ്രതിയെ സംരക്ഷിക്കുന്ന ആ അവസ്ഥകൾ ഉണ്ടായതിനു ശേഷവും ഒരക്ഷരം കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന്, കോൺഗ്രസ് കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 15-ാം തീയതി മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് ശബരിനാഥൻ്റെ ഭാഗത്തു നിന്ന് വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലൊരു പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഉള്ളുകളികൾ നടക്കുന്നുണ്ടെന്നല്ലേ ബോധ്യപ്പെടേണ്ടത്? തീർച്ചയായിട്ടും ഈ സുഗതനെ അറസ്റ്റ് നടന്ന സംഭവത്തിൽ തന്നെ അവിടുത്തെ വട്ടിയൂർക്കാവ് MLA-യും മന്ത്രിയായിട്ടുള്ള മിനിസ്റ്റർ മുരളീധരൻ അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നടത്തിയത് എന്നുള്ളതാണ്. തുടർന്ന് അവരുടെ ഒരു നിലപാടും ആ രൂപത്തിൽ തന്നെയാണ്. ഇന്നിപ്പോ മേയർ എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത്, ഒന്ന് സുഗതനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇന്ന് ഈ തിരക്കഥ നടത്തിക്കൊണ്ട് ഈ പറയുന്ന നമുക്ക് നേരെയുള്ള ആക്രമണ പ്രവർത്തനം നടത്തിയത് തന്നെ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്നത് പോലെ 29-ാം തീയതി നമ്മളെ പോലുള്ള കൗൺസിലർമാര്, എതിർക്കുന്ന കൗൺസിലർമാർ ഒരു കാരണവശാലും ആ യോഗത്തിനകത്ത് പോകരുത്. അത് ഇങ്ങനെ ഒരു വലിയ സംഘടന ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും, ഒരു പ്രകോപനവും അവിടെ ഉണ്ടായിട്ടില്ല. മേയറുടെ ഓഫീസിന്റെ കതവിനകത്ത് നമ്മൾ ഉപരോധം നടത്തിയിട്ടില്ല. അവിടെ മേയറുടെ 2 മുറികളുണ്ട്, ആ 2 മുറികളും തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും കൗൺസിലറും അങ്ങനെ ഈ കോർപ്പറേഷൻ ഓഫീസിൽ വരുന്ന ജീവനക്കാരും ആവശ്യക്കാരും എല്ലാം അതുവഴി പാസ് ചെയ്ത് പോവുകയാണ്. അവിടെ ആരെയും ഉപരോധിച്ചോ തടസ്സപ്പെടുത്തിക്കൊണ്ടോ ഒരു സമരവും അവിടെ നടന്നിട്ടില്ല. 16 അവിടെ ഉള്ള കൗൺസിലുള്ള 16 കൗൺസിലർമാർ മാത്രമാണ്. അതിൽ 8 പേരെന്ന് പറയുന്ന സ്ത്രീകളാണ് ആ സമരത്തിനകത്ത്, ആ പ്രതിഷേധ സമരത്തിനകത്ത് പങ്കെടുത്തത്. ആ പ്രതിഷേധ സമരം തന്നെ നേരിടാനായിട്ടുള്ള അവരെ പ്രകോപിപ്പിച്ചതിന്റെ കാരണമെന്ന് പറയുന്നത്, ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ അത് BJPക്ക് ഏറ്റവും ഒരു വലിയ തിരിച്ചടിയാണെന്ന് കണ്ടുകൊണ്ട് അതിലെ ആ വിരോധം തീർത്തതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ സംഘടന ഉണ്ടാക്കിയതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ സുഗതനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്ന് പറയുന്നത്. ഇപ്പോ നമുക്കറിയാലോ, സാധാരണഗതിയിൽ ഒരു കാപ്പ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു അപ്പീൽ മറ്റു തുടങ്ങിയിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോ ഇവർക്കറിയാം. ഇതുപോലെ തന്നെ ഇന്നലത്തോടുകൂടി തന്നെ ഹൈക്കോടതി കർശനമായി പറഞ്ഞിട്ടുണ്ട്, ഈ കൗൺസിലർ എന്ന് പറയുന്നത് തന്റെ എല്ലാ പദവിയും ഇന്നലത്തോടു തന്നെ അവസാനിച്ചു. ഈ പറയുന്ന താങ്കൾ, ഞാൻ ഒന്നിടപെട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കാരണം ഇതിനകത്ത് താങ്കൾ പറഞ്ഞല്ലോ, ഈ സാധാരണ കാപ്പ കേസ് ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്, ഒരു സമയപരിധിയുണ്ട്. എന്തുകൊണ്ട് കാപ്പ കേസ് പ്രതി അല്ല എന്നല്ലെങ്കിൽ കാപ്പ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് തന്നെ അപ്പീൽ പോകുന്നതിന് സമയപരിധിയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ 1 മാസത്തിനകത്ത് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു സുഗതനെ അറസ്റ്റ് ചെയ്തിട്ട്. സ്വാഭാവികമായും ഇനി 2 മാസങ്ങൾ കൂടി മിനിമം ഉണ്ട് ഈ കാപ്പ കേസ് അങ്ങനെ തന്നെ നിലനിൽക്കാൻ. അങ്ങനെ കാപ്പ കേസ് ഒഴിവാക്കണമെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ട് സർക്കാരിന്റെ ഒരു ഇടപെടൽ വേണം. അവിടെയാണ് ഈ സംശയം ഉയരുന്നത്. എങ്ങനെയാണ് ഈ കാപ്പ കേസ് പ്രതിയെ വളരെ വേഗം ഈ പറയുന്ന സമയപരിധിക്ക് മുൻപേ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? അല്ല, കാപ്പ കേസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരാണ് കാപ്പ കേസിനെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത്. ആ രൂപത്തിൽ ഇതുവരെ അത്തരം രൂപത്തിലുള്ള ഒരു ഉത്തരവ് എന്തായിരുന്നാലും ഇപ്പൊ വന്നിട്ടില്ല. പക്ഷെ സംശയിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം, ഇപ്പോ ഇത്രയും വലിയ വിവാദങ്ങൾ നമ്മുടെ കോർപ്പറേഷനകത്ത് ഇങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിനെതിരായിട്ട് വന്നിട്ട് പോലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനോ ഒന്നും അവര് ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. എല്ലാം ഒരു മൗനം കൊണ്ട്
അവര് അതിന് കൂട്ടുനിൽക്കുന്നത് പോലെയാണ് പിന്നെ അവിടുത്തെ പിന്നെ എന്താണ് അവിടുത്തെ പിന്നെ കൗൺസിലർമാരുടെയൊക്കെ തന്നെ UDF കൗൺസിലർമാരുടെയൊക്കെ തന്നെ പ്രതികരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ കൊടുത്തിട്ടൊരു പരാതിയുണ്ട്, ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇപ്പൊ ഇന്നലത്തെ ഉത്തരവിനകത്ത് ഉണ്ട് സത്യപ്രതിജ്ഞ നടത്തേണ്ട ചുമതലപ്പെടുത്ത ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് സംസ്ഥാന പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, 2 പ്രിൻസിപ്പൽ സെക്രട്ടറി ലോക്കൽ സെൽഫ് പിന്നെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ അവിടുത്തെ സെക്രട്ടറിയും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇങ്ങനെ 3:30 മണിക്ക് 4 മണിക്ക് പിന്നെ സത്യപ്രതിജ്ഞ എന്നുള്ളത് 3:30 മണിക്ക് മാധ്യമങ്ങൾ കൂടി അറിയുമ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ചൊരു പരാതി നേരിട്ട് കൊടുത്തിരുന്നു. അപ്പൊ അവര് തന്നെ അറിഞ്ഞിട്ടില്ല, എന്താണ് പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ഇങ്ങനെ ഒരു വിഷയം കോടതിയിൽ നിന്ന് വന്നതായിട്ടോ അല്ല ഇങ്ങനെ ഇത് സത്യപ്രതിജ്ഞ 4 മണിക്ക് നടക്കുന്നതായിട്ടോ പിന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴും ഞാൻ മന്ത്രിയോടും പിന്നെ ഉയർന്ന പിന്നെ 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 ഇതിന്റെ ചുമതലപ്പെട്ടിട്ടുള്ള അധികാരികളോടും ഇങ്ങനെ ഒരു ക്രമക്കേടും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ്, അതൊരു പുതിയ വിവരമാണ് ശ്രീ ദീപക്. താങ്കൾ പറഞ്ഞ ഒരു പുതിയ വിവരമാണ്. കാരണം സാധാരണഗതിയിൽ ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരുമ്പോൾ സ്വാഭാവികമായും ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരത്തിലൊരു കത്ത് ചെല്ലേണ്ടതാണല്ലോ. ഈ സത്യപ്രതിജ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമതലയുണ്ടല്ലോ. അതൊന്നും അറിയാതെ വരികയാണെങ്കിൽ താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞയും അസാധുവാകേണ്ട സാഹചര്യം. അതെ, അത് ഒരു നിയമപ്രശ്നം തന്നെയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തുടർന്ന് ഇത് മാത്രമല്ല, ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടാത്ത കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യാത്തവർ ഇപ്പോൾ പല സ്ഥാനങ്ങളും വഹിക്കുന്നുണ്ട്. അതെല്ലാം എങ്ങനെയാണ് ഇത് അസാധുവായിട്ടുള്ള ഈ സത്യപ്രതിജ്ഞ ചെയ്യാത്ത കൗൺസിലർമാർ എങ്ങനെയാണ് ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്ന ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതെന്നുള്ള ഒക്കെ ഒരു നിയമ പ്രശ്നം തന്നെയാണ്. അത് ഞാൻ വീണ്ടും വരുന്ന നാളുകളിൽ കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത്തരം നടപടികളിലേക്ക് പോകുമെന്ന് പേടിച്ചിട്ടാണ് ഇവര് ഈ പറയുന്നത് പോലെ തന്നെ ഇന്നലെ ഒളിച്ചും പതുങ്ങിയും ഈ സത്യപ്രതിജ്ഞ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധൃതി കൂട്ടിയിട്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ച് ഇടപെടുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കറിയില്ല, അവര് സാധാരണഗതിയിൽ വളരെ ഗൗരവത്തോടുകൂടി ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തി ആയതുകൊണ്ട് തന്നെ ഇത് ഗവൺമെന്റ് ഇടപെടേണ്ടതാണ്. ഗവൺമെന്റ് ഇടപെട്ട് ഇതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ ധൃതി വെച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. അത് ഗവൺമെന്റാണ് ഇടപെടേണ്ടത്. ശ്രീ ദീപക്, ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഇന്ന് നടന്ന പ്രതിഷേധം കണ്ടതാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തരത്തിലുള്ള പ്രകോപനമില്ലാതെ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം അവിടെ തള്ളിക്കയറുകയായിരുന്നു. 5 കൗൺസിലർമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് LDFന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമായിട്ട് അവിടെ ഇപ്പോൾ RSSന്റെ പിന്നെ ശാഖ ആയി മാറിക്കഴിഞ്ഞ് നഗരസഭ എന്ന് പറയുന്നത് അത് ജനാധിപത്യപരമായി മോചിപ്പിച്ചെടുക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ 47 വർഷത്തിന്റെ ചരിത്രമുള്ള ഒരു നഗരസഭയ്ക്കകത്ത് ഇങ്ങനെ മേയറുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന കൗൺസിലർമാരെ കൈയേറ്റം ചെയ്യുന്ന ഒരു നടപടി ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് തന്നെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ മാന്യനായിട്ട് ഇടപെടുകയും പക്ഷെ അയാളുടെ പിന്നെ എന്താണ് അയാളുടെ RSSന്റെ മുഖം യഥാർത്ഥത്തിൽ ഇന്നാണ് പുറത്തു വന്നത്. ആ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സുഗതനോടൊപ്പം നിൽക്കുന്നതിനെ അയാളെ പിന്തുണയ്ക്കുന്നതിന്റെ ഇദ്ദേഹത്തിന്റെ മുഖം ഇന്ന് ആയി പുറത്തു വന്നു എന്നുള്ളതാണ് ഈ അക്രമ പ്രവർത്തനത്തിൽ കൂടി. ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ശക്തമായിട്ടുള്ള പിന്നെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് വരുന്ന ദിവസങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. ശരി, വളരെ നന്ദി ശ്രീ ദീപക് പ്രതികരിച്ചതിന്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കൂടിയാണ് SP ദീപക്, CPM നേതാവ്. അദ്ദേഹമാണിപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ മേയറുടെ നേതൃത്വത്തിൽ നടന്ന അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാപ്പ കേസ് പ്രതിയും ഗുണ്ടാ നേതാവുമായ സുഗതനെ സംരക്ഷിക്കുന്ന BJP നിലപാടിനെക്കുറിച്ച് കൂടി വിശദീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അഞ്ജു കൂടി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പ്രതിനിധി അഞ്ജു കൂടി ചേരുന്നുണ്ട്. ഇന്ന് നഗരസഭയിൽ നടന്ന അക്രമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മേയറുടെയും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും ഈ നഗരസഭാ വിഷയം അലങ്കോലപ്പെടുത്താൻ എങ്ങനെയാണ് ശ്രമിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി അഞ്ജു, എന്താണ് ഇന്ന് നടന്നത്? നമുക്കറിയാം, അവിടെ ഏതാനും ദിവസങ്ങളായി സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് റിലേ സത്യാഗ്രഹം നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇന്നലത്തെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് ഈ മേയറുടെ ഓഫീസിന് മുന്നിലേക്ക് LDF കൗൺസിലർമാർ അവിടെ ഉപരോധം തീർക്കുകയായിരുന്നു. ആ ഉപരോധത്തെ അലങ്കോലപ്പെടുത്താൻ മേയർ അടക്കമുള്ളവർ ശ്രമിച്ചു. അതിനെ തുടർന്നാണ് വലിയ സംഘർഷത്തിലേക്ക് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇന്ന് അവിടെ നടന്നത് അഞ്ജു?
സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാപ്പ കേസ് പ്രതിയായി ജയിലിൽ കിടക്കുന്ന സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ ഒരു സമരം, ഒരു റിലേ സത്യാഗ്രഹം നഗരസഭയ്ക്ക് മുൻപിൽ നടക്കുന്നുണ്ട്. ഇന്ന് 3-ാം ദിവസമായിരുന്നു ഈ റിലേ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. അത് രാവിലെ 10 മണിക്ക് തന്നെ ഈ റിലേ സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മേയറുടെ ഓഫീസിന് മുൻപിൽ ഒരു ഉപരോധ സമരം കൂടി സംഘടിപ്പിച്ചത്. 2.5 മണിക്കൂറാണ്, അതായത് 10:30 മുതൽ ഇവർ ഈ സമരം ചെയ്യുന്നുണ്ടായിരുന്നു. 18 കൗൺസിലർമാരാണ് ഈ മേയറുടെ ഓഫീസിന് മുൻപിൽ സമരം ചെയ്തത്. സമാധാനപരമായി തന്നെയുള്ളൊരു സമരമായിരുന്നു. ഓഫീസിലെ മറ്റ് എല്ലാ ജോലികളും നടക്കുന്ന രീതിയിൽ അവിടേക്ക് വരുന്ന ആളുകളെ ആരെയും തടയുകയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും തടസ്സപ്പെടുത്തുകയോ ചെയ്യാത്ത സമാധാനപരമായി തന്നെയായിരുന്നു LDFന്റെ നേതൃത്വത്തിൽ മേയറിൻ്റെ ഓഫീസിന് മുമ്പിൽ ഒരു സമരം നടത്തിയത്. എന്നാൽ ആ ഒരു സമരത്തെ അലങ്കോലപ്പെടുത്തണമെന്ന് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് മേയറും സംഘവും എത്തിയാണ് ഇത്രയും വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചത്. ഈ 2.5 മണിക്കൂറാണ് ഈ LDFന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സമരം നടന്നത്. ഈ സമരത്തിലേക്ക് ഒരു 12:30 കഴിയുമ്പോഴാണ് ഈ മേയറും സംഘവും എത്തുന്നത്. വലിയ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് ആക്രോശിച്ചെത്തിയ സംഘം നേരെ ചെന്ന് ഈ മുൻ മേയർ ശ്രീകുമാർ അടക്കം ഇരിക്കുന്നിടത്തേക്ക് നേരെ ചെല്ലുകയും അവരെ ചവിട്ടി താഴെ വീഴ്ത്തുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് അവിടെ ഒരു വലിയ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. അവിടെ സുരക്ഷയ്ക്കെത്തിയ പോലീസുകാരടക്കം ഈ BJP പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവർക്കും പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി, അവരെയും ആക്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. ആ ഒരു ആക്രമണത്തിലാണ് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേൽക്കുകയും അവരെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. അതിനുശേഷവും ആ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവില്ലാതെ തന്നെ മുന്നോട്ട് പോയി. LDFന്റെ കൗൺസിലർമാരെയൊക്കെ അതായത് നമുക്കറിയാം ഈ റിലേ സത്യാഗ്രഹം നടക്കുന്നു. ഇന്ന് ഈ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് മേയറുടെ ഓഫീസിന് മുന്നിൽ LDF കൗൺസിലർമാർ ഉപരോധം സംഘടിപ്പിക്കുന്നുള്ള കാര്യം മേയർക്കടക്കം അറിയാം. നമ്മൾ ആ വാർത്ത ആ സമയം മുഴുവൻ ലൈവ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും ആ കൗൺസിലർമാരെ ബലമായി തള്ളി മാറ്റി കതക് വലിച്ചു തുറന്ന് അകത്തേക്ക് പോകുന്നതും 10 മിനിറ്റിൽ താഴെ മാത്രം ആ ഓഫീസിൽ ചെലവഴിച്ച ശേഷം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ബോധപൂർവം അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ, ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി മേയർ അടക്കമുള്ളവർ എത്തിയെന്നല്ലേ? അങ്ങനെ നഗരസഭാ ഭരണം അലങ്കോലപ്പെടുത്തുക എന്നായിരുന്നില്ലേ ഇവരുടെ ഉദ്ദേശം? തീർച്ചയായും സിജു, അങ്ങനെ തന്നെയാണ്. 10 മിനിറ്റ് മാത്രമാണ് ഈ മേയർ ആ ഓഫീസിനുള്ളിൽ ചെലവഴിച്ചത്. അതിന് മുമ്പൊന്നും ഈ മേയർ അവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറും അവിടെ എത്തിയിട്ടില്ല. ഈ സമരം 2.5 മണിക്കൂറിലധികം അവിടെ സമരം നടക്കുമ്പോൾ യാതൊരു വിധത്തിലൊരു തടസ്സവുമില്ല. മേയർ എത്തിയാൽ മേയറുടെ ഓഫീസിലേക്ക് കയറ്റി വിടുക തന്നെ ചെയ്യുമെന്നാണ് ഈ LDF കൗൺസിലർമാർ അറിയിച്ചത് തന്നെ. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകും, അതുകൊണ്ട് അങ്ങനെ ഒരു സാധാരണഗതിയിൽ പോകാൻ പാടില്ല എന്നുള്ളൊരു അജണ്ട മുൻകൂട്ടി തന്നെ സെറ്റ് ചെയ്ത് വന്ന ഈ മേയറും BJP പ്രവർത്തകരുമാണ് അവിടെ വലിയൊരു സംഘർഷം ഉണ്ടാക്കിയത്. ഈ മേയർ ഡോർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം ഉണ്ടായതാണ് മേയറും കൂട്ടരും പറയുന്നത്. പക്ഷെ അത്തരത്തിലൊരു സംഘർഷമൊന്നും അവിടെ ഉണ്ടായില്ല. മേയറിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ BJP കൗൺസിലർമാരുമാണ് അവിടെ ഉണ്ടായിരുന്ന LDF കൗൺസിലർമാരെ ബലമായി ഉപദ്രവിക്കുകയും അവരെ താഴെയിട്ട് ചവിട്ടുന്ന ഒരു നിലയിലേക്ക് പോലും സ്ഥിതി എത്തുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 6 LDF കൗൺസിലർമാർക്കാണ് പരിക്കേൽക്കുകയും അവരെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിൽ തന്നെ ഈ പോലീസുകാർക്കും പരിക്കേറ്റ കാര്യം ഞാൻ പറഞ്ഞു. പോലീസുകാരിലെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കാണ് സാരമായ പരിക്കേറ്റത്. അവരെയും അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ പ്രതിഷേധത്തിനിടയിൽ ഈ SP ദീപക് LDFന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള SP ദീപക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മേയറുടെ നേതൃത്വത്തിലാണ്, മേയറാണ് നേരെ വന്ന് തന്നെ ചവിട്ടിയതെന്ന് SP ദീപക്കും പറയുന്നുണ്ട്. കാരണം ഒരു പ്രകോപനവും ഇല്ലാതെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ ആക്രോശിച്ച് അവിടത്തേക്ക് എത്തുന്നു, വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു, അവിടേക്ക് എത്തി ആ കസാരയിൽ ഇരിക്കുന്ന തന്നെ താഴേക്ക് ചവിട്ടിയിടുന്ന ഒരു നിലയിലേക്ക് എത്തുന്നു. ഒരു പ്രകോപനവും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. വാഴോട്ടുകോണം BJP കൗൺസിലറെ പുറത്താക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യം. അദ്ദേഹം കാപ്പ കേസ് പ്രതിയാണ്, അദ്ദേഹത്തിന് ഒരു യോഗ്യതയില്ല ആ ഒരു സ്ഥാനത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്ത് തങ്ങൾക്ക് നേരെ ആക്രമിക്കുന്ന ഒരു തരത്തിലേക്ക്, അല്ലെങ്കിൽ തങ്ങളെ ആക്രമിക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് എത്തിയതുപോലെയാണ് അവർ അവിടേക്ക് എത്തിയത്. അതിനുശേഷം ഈ അഞ്ജു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാവിലെ മുതൽ ഉപരോധം, LDF കൗൺസിലർമാരുടെ ഉപരോധം അവിടെ ആരംഭിക്കുന്നു. അതായത് അവരവിടെ കുത്തിയിരിക്കുകയാണ് ഈ രാജി ആവശ്യപ്പെട്ട്. യാതൊരു വിധത്തിലുള്ള പ്രകോപനവുമില്ല, ഒരു തരത്തിലുള്ള കയ്യേറ്റവുമില്ല, ഒരു കയ്യാങ്കളിയുമില്ല. അവിടെയാണ് അങ്ങനെ സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന ഒരു ഉപരോധ സമരത്തിനിടയിലേക്കാണ് ഈ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള കൗൺസിലർമാർ ഇരച്ചു കയറുന്നത്. അത് സ്വാഭാവികമായും സംഘർഷത്തിലേക്ക് കഴിച്ച് അവരെ കയറ്റിവിടാൻ LDF കൗൺസിലർമാർ സമ്മതിക്കുന്നില്ല. പക്ഷെ അവരെ തള്ളി മാറ്റി ആ കതക് വരെ തല്ലി പൊളിക്കുന്ന തരത്തിലേക്ക് പോവുകയായിരുന്നു. അതായത് സമാധാനപരമായി നടന്ന ഒരു ഉപരോധ സമരത്തെ എങ്ങനെ അലങ്കോലമാക്കാം, സംഘർഷത്തിലേക്ക് എത്തിക്കാമെന്ന് കരുതിക്കൂട്ടി വരികയായിരുന്നു മേയറും മറ്റ് BJP കൗൺസിലർമാരും എന്ന് തന്നെ പറയാം.
തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. ഈ ആദ്യഘട്ടത്തിൽ ഈ റിലേ സമരത്തിൻ്റെ ഒന്നാം ദിവസവും ഇതുപോലെ തന്നെ ആയിരുന്നു സിജു. കാരണം ഈ ഒന്നാം ദിവസം ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ ഈ റിലേ സമരം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സംസാരിക്കുമ്പോൾ മേയർ ഈ റിലേ സമരത്തിൻ്റെ മുൻപിൽ കൂടെ വളരെ വേഗതയിൽ വാഹനത്തിലൊക്കെ പോകുന്നത് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു മേയറിൻ്റെ ഒരു സമീപനം പോലും. അന്ന് ഈ ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ പറയുകയുണ്ടായിരുന്നു, കേവല ഭൂരിപക്ഷത്തിൽ മാത്രം ഇരിക്കുന്ന ഒരു നഗരസഭയിലെ മേയർ മാത്രമാണ് നിങ്ങൾ, അതുകൊണ്ട് ഇത്രയും വലിയൊരു പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ മുൻപിൽ കൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കാവുന്ന രീതിയിൽ പോകേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ ആദ്യം തന്നെ ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ചതാണ്. ഈ റിലേ സമരം തുടങ്ങിയപ്പോൾ മുതൽ ആ സമരം വരെ തകർക്കാനുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു നടത്തിപ്പ് മാത്രമാണ് ഇന്ന് ഈ മേയറുടെ ഓഫീസിന് മുമ്പിൽ ഉപരോധത്തിൽ കണ്ടത്. നേരത്തെ കൂടി അവർ പ്ലാൻ ചെയ്ത് ഇത്തരത്തിലൊരു ഉപരോധം ഉണ്ടെങ്കിൽ ആ ഉപരോധം തകർക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവിടെ എത്തി അത് അവർ പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ LDFൻ്റെ കൗൺസിലർമാരെ അടക്കം ആക്രമിക്കുന്നു, ചവിട്ടുന്നു, അത്തരത്തിലുള്ള നടപടികളിലൊക്കെ കടക്കുന്നു. എന്നാൽ മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും അവിടെയുണ്ട്. ആ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞതാണ് BJP ഇപ്പോൾ വെട്ടിലാവാൻ കാരണം എല്ലാ മാധ്യമങ്ങളിലും കൃത്യമായി തന്നെ വിഷ്വലുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ BJP പ്രവർത്തകരാണ് ഈ ആക്രമണം നടത്തുന്നതായും ഈ LDF പ്രവർത്തകരെ ആക്രമിക്കുന്നതായിട്ടുള്ള വിഷ്വലുകളെല്ലാം മാധ്യമങ്ങളിൽ കണ്ടതാണ്. നമ്മളടക്കം കണ്ടതാണ്. മേയർ VV രാജേഷും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ ആക്രോശിക്കുന്ന വീഡിയോ നമ്മളും TV-യിൽ കണ്ടതാണ്. അത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ഈ മേയറെയും കൂട്ടരെയും വെട്ടിലാക്കാൻ കാരണം. ഇതിനെ തുടർന്ന് പിന്നീട് അവർ പറഞ്ഞ ഒരു വസ്തുത എന്ന് പറയുന്നത് മേയറിൻ്റെ ഓഫീസിലേക്ക് പരാതി പറയാൻ എത്തിയവരെ ഒന്നും ഈ സമരക്കാർ അകത്തേക്ക് കയറ്റിയില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം തങ്ങൾക്കും നടത്തേണ്ടി വന്നത് എന്നുള്ളൊരു ആരോപണം. അതിനുശേഷം ഈ ഒരു കാര്യത്തിൽ തങ്ങൾ വെട്ടിലായി എന്ന് മനസ്സിലാക്കിയ ഉടൻ BJP പ്രവർത്തകർ അല്ലെങ്കിൽ മേയറുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ടായിരുന്നു സിജു. അഞ്ജു, ഇതിൽ നമുക്ക് ഇനി അറിയേണ്ട ഒരു കാര്യം, നിലവിൽ എന്താണ് ഒരു നീക്കം ഇവർ നടത്തുന്നതാണ്. കാരണം ഈ റിലേ സത്യാഗ്രഹം നേരത്തെ തന്നെ, അതായത് സുഗതനെ കാപ്പ കേസിൽ പ്രതിയാക്കപ്പെട്ട ഗുണ്ടാ നേതാവ് സുഗതനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെയാണ് LDF ഈ ഉപരോധ സമരം, അതായത് റിലേ സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണല്ലോ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് അവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിക്കൊണ്ടുള്ള പുതിയ ഉത്തരവ് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ BJP തിരുവനന്തപുരത്തെ നഗരസഭ കൂടുതൽ പ്രതിസന്ധിയിലാവുകയും ചെയ്തത്. പുതിയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷമുണ്ടാക്കി ജനശ്രദ്ധ തിരിക്കാൻ BJP ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എന്തിനാണ് ഇന്ന് തിടുക്കപ്പെട്ട് മേയർ അവിടെ ഓഫീസിലെത്തിയത്? ഏതെങ്കിലും രേഖകൾ അവിടെ നിന്ന് കൊണ്ടുപോകാനാണോ? നേരത്തെ തന്നെ ചില സൂചനകൾ വന്നിരുന്നു, സുഗതൻ ഈ കൗൺസിലിൽ പങ്കെടുത്തു എന്ന തരത്തിൽ വ്യാജരേഖകൾ ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. എന്തിനാണിന്ന് ഈ 15-10 മിനിറ്റ് മാത്രം മേയർ അവിടേക്ക് വന്നതെന്നുള്ളൊരു സംശയം ഉയരുന്നില്ലേ? ഏതെങ്കിലും തരത്തിലുള്ള സംശയം LDF കൗൺസിലർമാർ അവിടെ പ്രകടിപ്പിച്ചോ? തീർച്ചയായും സുജു, അങ്ങനെ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിലും ഈ സുഗതൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് നിശ്ചയമായും സത്യമായുള്ള കാര്യമാണ്. കാരണം ഈ 2 കൗൺസിൽ യോഗങ്ങൾ നടക്കുമ്പോഴും ഇദ്ദേഹം ഒളിവിലായിരുന്നു, ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്നു. അതുകൊണ്ട് ഈ 2 കൗൺസിൽ യോഗങ്ങളിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ മേയർ പറഞ്ഞൊരു കാര്യം, ഈ സുഗതൻ മെയ് 12-ന് നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ഈ സുഗതൻ മേയർ പറയുന്നത്. അതനുസരിച്ച് ഈ ഹാജർ ബുക്ക് അടക്കം പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് LDF കൗൺസിലർമാർ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ഈ ഹാജർ ബുക്ക് അടക്കമുള്ള കാര്യങ്ങൾ മേയറിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു രേഖയാണ്, അത് മേയർ അത് തിരുത്താൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സുഗതൻ പങ്കെടുത്തു എന്നുള്ള കാര്യം മേയർ ഉറപ്പിച്ച് പറയുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ ഉപരോധ സമരം നടക്കുന്നത്. കൗൺസിൽ കൂടി വേഗം ഇദ്ദേഹത്തെ പുറത്താക്കണം, സുഗതനെ പുറത്താക്കണമെന്ന് പറയുന്നത്. ഇതനുസരിച്ചാണ് ഈ ഉപരോധ സമരം നടക്കുന്നത്. അതിലേക്കാണ് ഈ മേയർ അടക്കമുള്ളവർ ഇവിടെ കടന്നെത്തി ആ സമരം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ ഓഫീസിലെത്തുകയും അവർ ആ ഓഫീസിലെത്തിയതിനു ശേഷം അവിടെ അവർ ഒരു മാധ്യമ പ്രവർത്തകരെ കാണുകയും ചെയ്തു. ഒരു 10 മിനിറ്റ് നേരം അവരകത്തിരിക്കുന്നു, മാധ്യമ പ്രവർത്തകരെ കാണുന്നു, അവർ മറ്റൊരു വഴി കൂടെ ഇറങ്ങി പോവുകയുമാണ് ചെയ്തത്. എന്തായാലും രേഖകൾ തിരുത്തുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ സമരം അലങ്കോലപ്പെടുത്തണം എന്നുള്ളൊരു രീതി വെച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് അവർ ആ മേയർ ഓഫീസിലെത്തിയത്. അതാണ് അവർ അവിടെ നടപ്പിലാക്കുകയും ചെയ്തത്. എന്തായാലും ഈ ഹാജരേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ തിരുത്തിയതുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഈ ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു. അത്തരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഗവൺമെൻറ് ഈ നഗരസഭയുടെ കാര്യത്തിൽ ഇടപെടണമെന്നും ഈ ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ തെരുവുനായ പ്രശ്നം, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഈ നഗരസഭാ കൗൺസിൽ വിളിച്ചു കൂട്ടുന്നില്ല. 47 ദിവസമായി കൗൺസിൽ വിളിച്ചു കൂട്ടിയിട്ട്. ഇത്തരത്തിൽ നഗരസഭയിൽ ഒരു ഭരണസ്തംഭനം അടക്കം ഉണ്ടാകുന്നു എന്നുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നതിനിടയിലാണ് ഒരു കൗൺസിൽ യോഗം ഇപ്പോൾ വിളിക്കാൻ പോലും മേയർ തയ്യാറായത്. ആ ഒരു സമയത്ത്
സമയത്താണ് CPM-കാർ അല്ലെങ്കിൽ LDF-കാർ നഗരസഭയിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ന് ഇത്തരത്തിലൊരു നീക്കവുമായി BJP രംഗത്തെത്തിയത്. എന്നാൽ ഈ ദൃശ്യങ്ങളുടെ സഹായത്തിൽ, ഈ മാധ്യമങ്ങളിലടക്കം വന്ന ദൃശ്യങ്ങളുടെ സഹായത്തിൽ അവരുടെ ആ ഒരു പദ്ധതിയും അല്ലെങ്കിൽ ആ പ്ലാൻ കൂടി പൊളിയുകയായിരുന്നു. കൃത്യമായി തന്നെ BJP-യാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ടും ഈ പ്രതിഷേധം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഈ സുഗതന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീർച്ചയായും സുഗതൻ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് കിടക്കുന്നത്. അയാളുടെ സത്യപ്രതിജ്ഞയും ഇന്നലെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഈ ദൈവത്തിൻ്റെ പേര് വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയും റദ്ദാക്കിയിരുന്നു. അപ്പോൾ ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് ഇവിടെ എത്തി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ അയാൾക്ക് വീണ്ടും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അയാൾ പൂർണ്ണമായും അയോഗ്യനാക്കപ്പെടും. എന്തായാലും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ കൗൺസിൽ കൂടി സുഗതനെ പുറത്താക്കണമെന്നാണ് ഇപ്പോഴും LDF-ന്റെ ആവശ്യം. അത് നടത്തുന്നോടം വരെ തുടർച്ചയായിട്ടുള്ള ഈ സമരം തുടരുമെന്ന് തന്നെയാണ്. ഈ റിലേ സമരവും അതുപോലെ തന്നെ ഉപരോധം അടക്കമുള്ള സമരങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് LDF-ന്റെ ശ്രമം. എന്നാൽ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നീക്കുപോക്കുകളോ അല്ലെങ്കിൽ ഒരു സമരമോ ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന കാര്യവും പ്രശസ്തമാണ്. സിജു, ശരി. അഞ്ജുവാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് BJP-യുടെ നേതൃത്വത്തിൽ, മേയറുടെ നേതൃത്വത്തിൽ LDF നടത്തിയ ഉപരോധ സമരം അലങ്കോലമാക്കാൻ, സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ വിഷയത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ കാപ്പ കേസ് പ്രതിയും ഗുണ്ടാ നേതാവുമായ വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാത്ത കോൺഗ്രസിൻ്റെ നിലപാട് കൂടി ഈ സാഹചര്യത്തിൽ പ്രസക്തമാവുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിക്ക്, കാപ്പ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് നടത്തുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ ബലപ്പെടുകയും ചെയ്യുന്നുണ്ട്.